ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ മോമോസ് ഉണ്ടാക്കിയെടുക്കാം. പുറത്ത് പോയിട്ട് മോമോസ് ഒക്കെ കഴിച്ചിട്ടുള്ളവര് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ എളുപ്പമാണ് റെസിപ്പി. അപ്പൊ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോയാലോ. എടുത്തു വെച്ചേക്കുന്ന ബൗളിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 250 ml അളവാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഈ ഒരു മൈദയും ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷമാണ് നമുക്ക് കുഴച്ചെടുക്കേണ്ടതായിട്ടുള്ളത്. ഞാനൊരു 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ. 1 കപ്പ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ആക്കി എടുത്ത ശേഷം നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പൊ മൈദ ആയതുകൊണ്ട് തന്നെ കയ്യിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കും. കയ്യിലൊന്ന് എണ്ണ പുരട്ടിയ ശേഷം കുഴച്ചെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തിയിലേക്ക് മാവ് കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം കൂടി ചേർത്തെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെള്ളം അത്ര ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. 2 കപ്പ് മൈദയ്ക്ക് 1 കപ്പും പിന്നെ 1 ടേബിൾ സ്പൂണും വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് എണ്ണയൊന്ന് പുരട്ടിയ ശേഷം അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കുകയാണെങ്കിൽ മോമോസ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഒട്ടും സമയം ഇല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം. അപ്പൊ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ട് പോകും. നമുക്കിതൊരു 2 മണിക്കൂർ മാറ്റി വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മോമോസിന്റെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വേണം വരാനായിട്ട്. കണ്ടോ? അപ്പൊ നമുക്കിത് അങ്ങോട്ടൊന്ന് മാറ്റി വെച്ച ശേഷം മോമോസിന്റെ ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ എല്ലില്ലാത്ത ചിക്കൻ നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. അത് പച്ച ചിക്കൻ ഒന്ന് അരച്ചെടുക്കണം. ഇതാണ് മോമോസിന്റെ ഒരു പെർഫെക്റ്റ് റെസിപ്പി കേട്ടോ. ആ പച്ച ചിക്കൻ അരച്ചെടുക്കാൻ മടിയാണെങ്കിൽ നിങ്ങളൊന്ന് വേവിച്ചെടുത്തോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് കത്തി വെച്ചിട്ടൊന്ന് അരിഞ്ഞെടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിന്റെ അളവ് കുറച്ച് മതി. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് അരച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് സവാള കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയാണ്. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സോയാ സോസ്, ഒരു 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ മോമോസിന്റെ ആ ഒരു ഫില്ലിംഗ്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കതൊന്ന് പരത്തിയെടുക്കണം. നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അതായത് വലിയൊരു ചപ്പാത്തിയുടെ ഒരു മാവ് എടുത്തിട്ട് വലുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ ഷേപ്പായിട്ട് എന്തെങ്കിലും കുപ്പിയുടെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ എടുത്താൽ മതി. ഞാനിപ്പം ഇതുപോലെ നീളത്തിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ചെറിയ ഒരു എന്തെങ്കിലും ബോട്ടിലോ അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തെങ്കിലും വെച്ചിട്ട്, ഗ്ലാസിനേക്കാളും കുറച്ചുകൂടെ വലുപ്പം വേണേ. ഈ ഒരു വലുപ്പമാണ് കറക്റ്റ്. ഇതുപോലെ 4 എണ്ണം റെഡിയാക്കി എടുക്കുന്നുണ്ട്. അല്ലെ അതിലേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. കുറച്ചുകൂടെ വലുത് വേണമെങ്കിൽ കുറച്ചുകൂടെ വലിയ അടപ്പുള്ള ടിഫിൻ ബോക്സിന് അടപ്പ് വെച്ചിട്ടും റെഡിയാക്കി എടുക്കാം. ഈ ഒരു തിക്നെസ് ആണ് വേണ്ടത്. ഇനി നമുക്ക് മോമോസ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഞൊറിഞ്ഞ് എല്ലാ വശവും എടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് ആക്കിയാൽ മതി. ഇത് കാണുമ്പോഴത്തേക്ക് ഒരു ഫ്ലവർ ഷേപ്പ് പോലെ വേണം വരാനായിട്ട്. ഇത് കണ്ടോ? വലിയ പെർഫെക്റ്റ് ഒന്നായിട്ട് വന്നിട്ടില്ലെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുത്താലും മോമോസ് നല്ല പെർഫെക്റ്റ് സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നമുക്കിത് ഇഡ്ഡലി സ്റ്റീമറിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇഡ്ഡലി സ്റ്റീമറിന്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒന്ന് പൊട്ടി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നമുക്ക് അടച്ചു വെച്ചത് കുക്ക് ചെയ്യാം. ആ ഒരു റെഡി ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ മോമോസിന്റെ ഒരു സ്വീറ്റ് ആൻഡ് സോർ ചട്നി റെഡിയാക്കി എടുക്കാം. ഒരു 2 തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ഒരു 6-7 ഉണക്കമുളക് വെള്ളത്തിൽ കുതിർത്ത ശേഷം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി വെള്ളവും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്ക് പാൻ ഒന്ന് തീ കത്തിച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത്, സൺഫ്ലവർ ഓയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളി കുഞ്ഞുകുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് എണ്ണയിലേക്ക് വന്ന ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് സോയാ സോസ്, ആ ഒരു സോയാ സോസിന്റെ ടേസ്റ്റ് ആണ് ഈ മോമോസിന്റെ ഒരു ശരിക്കുള്ള ടേസ്റ്റ്. ഒരു 1.5 ടീസ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുത്ത ആ ടൊമാറ്റോയുടെയും ആ മുളകിന്റെ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത്തിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ ഇത് നല്ല എരിവാണ്, എങ്കിൽ ചെറിയ മധുരവും ഉണ്ട് പുളിയും ഉണ്ട്. ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് മോമോയ്ക്ക്. അപ്പൊ ഈ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് ഇളക്കിയ ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പൊ നമ്മുടെ മോമോസ് ഇപ്പൊ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നല്ല സോഫ്റ്റ് ആണ്. ചൂടൊന്ന് മാറിയ ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ മോമോസ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എപ്പോഴും
എണ്ണയിൽ വറുത്ത പലഹാരങ്ങളൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു തവണ ഉണ്ടാക്കുന്ന തന്നെ മനസ്സിലാവും, നല്ല ടേസ്റ്റിയാണ്. അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. റെസിപ്പി ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്